വയനാട് കള്ളാടിയിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഏലത്തോട്ടത്തിലെ കുളത്തിൽ നിന്ന് ഫയർഫോഴ്സാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരണസംഖ്യ 8 ആയിരിക്കുന്നു. എം കമൽ വിവരങ്ങളുമായി ചേരുകയാണ്. കമൽ, ഇപ്പോൾ ഒടുവിലത്തെ മൃതദേഹം കണ്ടെടുത്തത് അത് ആരുടേതാണ്? ഇപ്പോൾ വിക്രം റാണയുടെ കുടുംബാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറഞ്ഞിരുന്നു. അവരവിടെ എത്തിയിട്ടുണ്ടോ? ഒപ്പം നിലവിൽ കാണാതായിട്ടുള്ള എല്ലാവരെയും മൃതദേഹം കണ്ടെത്തിയെന്ന് നമുക്ക് സ്ഥിരീകരിക്കാനാകും. അക്ഷയ, വിക്രം റാണയുടെ ബന്ധുക്കൾ സ്ഥലത്തുണ്ട്. പക്ഷേ ഈ മൃതദേഹം അവിടെ നിന്ന് ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ ഈ കമ്പനിയിലെ ആളുകളോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നൊരു പ്രൊസീജിയർ ബാക്കിയുണ്ട്. എന്തായാലും വിക്രം സിംഗ് റാണയാണ് കണ്ടെത്താനുള്ളത്. 8 പേരെ കാണാതായതിൽ മറ്റ് 7 പേരുടെയും മൃതദേഹം കിട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ വിവരങ്ങളാണ് ലഭിക്കേണ്ടിയിരുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഉയർത്തി ഈ ഐഡൻറ്റിഫിക്കേഷൻ പൂർത്തിയാക്കും. കമ്പനിയിലെ ആളുകളുമുണ്ട്, അതുപോലെ അദ്ദേഹത്തിൻ്റെ ബന്ധുവും സ്ഥലത്തുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയൊരു തെരച്ചിലാണ് ഈ പ്രദേശത്ത് തുടങ്ങിയത്. അതിനിടെയാണ് ഈ ഫയർഫോഴ്സ് ഈ പാലത്തിൽ നിന്ന്, മീനാക്ഷി പാലത്തിൽ നിന്ന് ഒരു 250 മീറ്റർ മാറി അവിടെ ഒരു ഏലത്തോട്ടമായിരുന്നു മുമ്പത്. അവിടെ ഒരു കുളവും ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി വന്ന വസ്തുക്കളും മണ്ണുമൊക്കെ അടിഞ്ഞു കിടക്കുകയായിരുന്നു. ആ കുളത്തിൽ നിന്നാണ് ഫയർഫോഴ്സ് സംഘം ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇപ്പോഴും മൃതദേഹം മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം, റോഡിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നതേയുള്ളൂ. എന്തായാലും കാണാതായ 8 പേരാണ്. അതിൽ 8ാമത്തെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു. ഇനി അത് ഈ കമ്പനിയിലെ കൺസ്ട്രക്ഷൻ മാനേജറായ ഹിമാചൽ പ്രദേശ് സ്വദേശി വിക്രം റാണയുടേത് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യണം. അത് കമ്പനിയിലെ ഉദ്യോഗസ്ഥരോ ബന്ധുക്കളോ അത് ഉറപ്പിച്ച ശേഷം ആണ് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയുക. എന്തായാലും ഇന്ന് തെരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. അക്ഷയ, ഈ മൃതദേഹം മുകളിലേക്ക് ഉയർത്താൻ ശ്രമകരമാകുന്നത് എന്തുകൊണ്ടാണ്? അതൊരു കുളത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ മുഴുവൻ ചെളിയും മറ്റ് ഈ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായുള്ള ഇരുമ്പ് കമ്പികളൊക്കെ അവിടെ നിറഞ്ഞ് കിടക്കുകയാണ്. ഈ കുത്തൊഴുക്കിൽ അവിടെ അടിഞ്ഞു കിടക്കുകയാണ്. അതിനിടയിലാണ് ഈ കുഴിയിൽ ഈ മൃതദേഹം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ആ ചെളിയൊക്കെ മാറ്റി വളരെ ശ്രമകരമായ ഒരു കാര്യമാണ് അവിടെ നിന്ന് എടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്. ഏതാണ്ട് 1 മണിക്കൂറായി മൃതദേഹം കണ്ടെത്തിയിട്ട് അത് മുകളിലെ ആംബുലൻസിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഏതാണ്ട് 300ഓളം പേരെ, സന്നദ്ധ സംഘടനകളെ അടക്കം അണിനിരത്തി 300ഓളം പേരെ അണിനിരത്തി ഒരു മാസ് ഡ്രൈവാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതിൻ്റെ 10 മണിയോടെയാണ് അവരൊക്കെ എത്തി അങ്ങോട്ട് ഓരോ മേഖലയിലേക്ക് അവരെ തിരിച്ചൊക്കെ വിട്ടത്. അങ്ങനെ ആ ഒന്നിച്ചുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. അത് തുടങ്ങിയ ഉടൻ തന്നെയാണ് ഫയർഫോഴ്സ് ഈ മീനാക്ഷി പാലത്തിൽ നിന്ന് 250 മീറ്റർ മാറിയുള്ള ഈ കുളത്തിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയത്. അക്ഷയ.